പത്തനംതിട്ട അടൂർ കോട്ടമുകൾ സ്വദേശിനി ഷഹന 31 വയസ്സ് ഇന്നലെ രാത്രിയിൽ ആത്മഹത്യ ചെയ്തു എന്നുള്ള രീതിക്കാണ് വരുന്നത്. ഇത് ആത്മഹത്യയല്ല, കൊലപാതകമാണ്. ഷഹന ഒരു സ്വകാര്യ ബാങ്ക് ജീവനക്കാരിയായിരുന്നു. ബാങ്കിലും പോയിട്ട് വന്നിട്ട് കുട്ടിയെ കൊണ്ട് ട്യൂഷനും ആക്കി. ഒരു മകനുണ്ട്. തിരിച്ച് വീട്ടിൽ വന്ന് കയറുമ്പോഴായിരുന്നു സംഭവം. ആ വീട്ടിൽ താമസിച്ചിരുന്നത് ഷഹനയും ഷഹനയുടെ കുഞ്ഞു മകനും ഷഹനയുടെ ഉമ്മായും കൂടിയായിരുന്നു. ഭർത്താവ് കൊല്ലം സ്വദേശിയാണ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഭർത്താവുമായിട്ട് ഷഹന അകന്ന് കഴിയുന്നു എന്നാണ് കേട്ടത്. ചിലപ്പോൾ ഡിവോഴ്സും ആയിരിക്കും. പോലീസിൻ്റെ അടുത്ത് മീഡിയക്കാർ ചോദിക്കുന്നുണ്ട് ഇത് എന്താണ്, എങ്ങനെയാണ് സംഭവമെന്ന്. അപ്പോൾ പോലീസ് പറയുന്നത് ഇനിയേ അറിയാൻ പറ്റൂ. ഇന്നലെ രാത്രിയിൽ, അതായത് തിങ്കളാഴ്ച രാത്രി 7 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. പിടിവലി നടക്കുന്നു. ബ്ലഡിൻ്റെ പാടുകളൊക്കെ അവൻ്റെ ശരീരത്തും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഈ പെൺകുട്ടിയുടെ ശരീരത്തിലും. സ്റ്റെയർകേസിൻ്റെ ഈ സൈഡിന് ആ പടിയുടെ ഭാഗത്താണ് ഈ പെൺകുട്ടി തൂങ്ങിയ നിലയിലാണ് കാണപ്പെട്ടത്. ഈ ഷഹനാരെ ഉമ്മ 2 ദിവസം കൊണ്ട് ആ വീട്ടിൽ ഇല്ലായിരുന്നു. അവർ മീഡിയയുടെ മുന്നിൽ പറയുന്നുണ്ട് അവർ 2 ദിവസം ആ വീട്ടിലില്ലായിരുന്നു. ആ ഇല്ലായിരുന്ന സമയത്താണ് യവൻ അവിടെ കയറി വന്ന്, ഇല്ല എന്നുള്ളത് എങ്ങനെയോ അറിഞ്ഞുകൊണ്ടായിരിക്കാം യവൻ അവിടെ ആ വീട്ടിൽ കയറി വന്നത്. ബാങ്കിലും പോയിട്ട് വീട്ടിൽ കയറി വന്ന് കുട്ടിയെ ട്യൂഷനും കൊണ്ടാക്കിയിട്ട് തിരിച്ച് വന്ന സമയമേ ആയുള്ളൂ. ആ നേരത്താണ് യവൻ ആക്രമം എന്നാണ് ഷഹനാര ഉമ്മ പറയുന്നത്. അപ്പം നമുക്ക് ആ ന്യൂസ് ഒന്ന് കേൾക്കാം. അടൂരിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് കുടുംബം പറയുന്നു. ഷഹനയ്ക്ക് ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല എന്ന് മാതാവ് ഷീജ പ്രതികരിച്ചു. അയൽവാസികൾ വിളിച്ചപ്പോഴാണ് അത് അന്വേഷണ ഉദ്യോഗസ്ഥർ സംസാരിക്കുകയാണ് ആ വിഷയത്തിൽ. നമ്മളൊരു സ്കഫിൾ ഉണ്ടായിരുന്നു, ഒരു സസ്പെക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ. അപ്പോൾ അത് നമുക്ക് ആഫ്റ്റർ പോസ്റ്റ്മോർട്ടം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആഫ്റ്റർ പോസ്റ്റ്മോർട്ടം വിൽ ഗെറ്റ് എ ക്ലിയർ പിക്ചർ എന്ത് കാസ് ഓഫ് ഡെത്ത്. പിന്നെ അതേപോലെ ബാക്കിയുള്ള നമ്മൾ കൂടുതൽ എവിഡൻസ് നമ്മൾ എടുത്തു വരുന്നുണ്ട്. സംഭവ സ്ഥലത്തിൻ്റെ എവിഡൻസ് എടുത്തു വരുന്നുണ്ട്. പ്രതിയെ നമ്മൾ ചോദ്യം ചെയ്തവരുണ്ട്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നമ്മൾ പറയാം എന്താ സംഭവിച്ച് എക്സാക്ട്. പ്രതി ഇപ്പോൾ വഴക്ക് പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ പോലീസുടെ നമ്മൾ ഇൻട്രാഗേഷനിലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിട്ടുണ്ട്. ഇപ്പോൾ അന്വേഷണ അവസ്ഥയിലാണ്. അപ്പോൾ നമുക്ക് ആഫ്റ്റർ PM പോസ്റ്റ്മോർട്ടം ശേഷം നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും. നമ്മൾ അങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. അത് ഇൻക്വസ്റ്റ് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇൻക്വസ്റ്റ് ജസ്റ്റ് സ്റ്റാർട്ട്. അപ്പോൾ ഇൻക്വസ്റ്റ് നടത്തിയാൽ നമുക്ക് വേറെ എന്തെങ്കിലും ഇഞ്ചുറീസ് ഉണ്ടാകാൻ അറിയാൻ പറ്റും. എന്തായാലും ആഫ്റ്റർ PM നമുക്ക്. പക്ഷെ പുറമേ മുറിവുള്ളതായിട്ടോ അങ്ങനെയൊന്നും അറിയുന്നില്ല. വാർഡ് മെമ്പറോ അങ്ങനെ ആരൊക്കെ വന്ന് കതവ് ചാരിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തുറന്ന് നോക്കിയപ്പോൾ യവൻ അവിടെ ഇരിപ്പുണ്ട്. യവൻ്റെ ബൈക്ക് വെളിയിൽ തന്നെ ഇരിപ്പുണ്ട്. എന്നിട്ട് അവൻ പറയുന്നുണ്ട് തൂങ്ങി മരിച്ചു എന്ന് പറയുന്നുണ്ട്. ബാക്കിൽ തൊട്ട് കാണിച്ചിട്ട് മരിച്ചു എന്നവരടുത്ത് പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ നോക്കുന്ന സമയത്ത് യവൻ്റെ ശരീരത്തിലും പിന്നെ ബ്ലഡിൻ്റെ പാടുകളുണ്ടായിരുന്നു. മരണകാരണം നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ മരണകാരണം അറിഞ്ഞ ശേഷം നമ്മൾ വ്യക്തമായിട്ട് പറയാം. അദ്ദേഹം ഒരു 33 years ഓൾഡ് പേഴ്സൺ ആണ്, ഡ്രൈവറാണ്. അപ്പോൾ പുള്ളിയെ കുറിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അന്വേഷിച്ച് വരുന്നുണ്ട്. നമ്മൾ അതും കൂടി നമ്മൾ ഇൻവെസ്റ്റിഗേഷനിലുണ്ട്. 33 വയസ്സ്. അവന് 33 വയസ്സായി. ഡ്രൈവറാണ്. അവൻ്റെ സ്ഥലം ആ ന്യൂസിൽ ഏതോ ഒരു വല്ലാത്തൊരു സ്ഥലം പറയുന്നുണ്ട്. ആ ഭാഗം എവിടെയെങ്ങാണ്ട് ഉള്ളതാണെന്ന് തോന്നുന്നു. പേര് മിക്കുള്ള ന്യൂസിൽ അവൻ്റെ പേര് പറയുന്നില്ല. അരുൺ ശ്രീകുട്ടൻ എന്ന് ഒരു ന്യൂസിൽ ഇങ്ങനെ അറിയാൻ കഴിഞ്ഞു. സംഭവം എന്തോ നടന്നു. ഇവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ ഇവള് തടുത്തതായിരിക്കാം. അവൻ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വല്ല സ്വർണത്തിനോ പണത്തിനോ അങ്ങനെയെങ്ങാനും കയറി വന്ന് സ്വർണ്ണമെങ്ങാനും എടുക്കാൻ വന്നതാണോ, അപ്പോഴേ ഇവളിനി അതിനായിട്ട് ഇവള് തടുത്തതാണോ എന്നും അറിയാൻ പറ്റൂല. ഇനി ഇവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതാണോ. എന്തായാലും അവിടെ പിടിവലി നടന്നതിൻ്റെ തെളിവൊക്കെ അവിടെ ഉണ്ട് എന്നാണ് പറയണത്. അതുപോലെ അയൽവക്കക്കാർ സൗണ്ട് കേട്ടതായിട്ടും ഒക്കെ പറയുന്നുണ്ട്. ഷഹനയുടെ മൃതദേഹത്തിനടുത്ത് സുഹൃത്തിനെ കണ്ടെന്നാണ് അടൂർ നഗരസഭാ കൗൺസിലർ നസ്മൽ പറഞ്ഞത്. ബന്ധുക്കൾ അയൽവാസികൾ വിളിച്ചപ്പോഴാണ് താൻ നോക്കിയതെന്നും നസ്മൽ പറയുന്നു. അതൊന്നും എൻ്റെ മോള് ചെയ്യത്തില്ല. എൻ്റെ അടുത്തുനിന്ന് അപ്പോഴും കുഞ്ഞിനെയും കൊണ്ട് ജോലി കഴിഞ്ഞ് വന്ന് 6:30-ക്കും 7 മണിക്കും ഇടയ്ക്ക് നടന്ന സംഭവം. ഇത് മോള് വീട്ടിൽ വരുമ്പോൾ മുത്തൂറ്റി ജോലിയാണ്.
മോനെ ട്യൂഷന് കൊണ്ടാക്കിയിട്ട് വന്ന വഴിക്ക് ഇവിടെ വന്ന് കയറിയപ്പം അവൻ പുറകെ വന്ന് ചെയ്തതാണ്. അത്രയും സമയം 7 മണിക്കകം വെച്ച് ഇതെല്ലാം നടന്നു. ഇവർ 3 പേരും കൂടെ ആയിരുന്നു ആ വീട്ടിൽ. ഈ ഉമ്മായും ഷഹനയുടെ മോനും കൂടെ ആയിരുന്നു. അപ്പം ഈ 2 ദിവസം ഷഹനയുടെ ഉമ്മ അവിടെ ഇല്ലാത്ത നേരത്തായിരുന്നു ഈ സംഭവം. മകൾ അങ്ങനെ ചെയ്യൂല, മകൾക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല, ജീവിക്കാനുണ്ട്, അതുപോലെ ബാങ്ക് ജോലിയുണ്ട്, പിന്നെ വീട്, നല്ലൊരു വീടാണ് ഷഹന വെച്ചിട്ടിരിക്കുന്നത്. അതിൻ്റെ പണിയങ്ങാണ്ടൊക്കെ ഇപ്പം കഴിഞ്ഞ് താമസവും കണ്ട് ആയതേ ഉള്ളായിരുന്നു. അതൊക്കെ ഈ ഉമ്മ വേറെ ന്യൂസിലൊക്കെ കരയുന്നുണ്ട്, എൻ്റെ മോളങ്ങനെ ചെയ്യൂല, അവരെ ഒറ്റയ്ക്കാക്കിയിട്ട് എന്തായാലും മോള് ഒരിക്കലും ഇങ്ങനെ ചെയ്യൂല എന്ന് പറയുന്നുണ്ട്. ഇത് യവൻ ചെയ്തതാണ്. ഇനി ഇതിൻ്റെ പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നും അറിയാൻ പറ്റൂല. യവൻ സംഭവം അവിടെ ഇരിപ്പുണ്ട്. ഇനി യവൻ്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ, ആ ആളിനി രക്ഷപ്പെട്ടു പോയോ എന്നും അറിയാൻ പറ്റൂല. യവനെ ഇനി ചോദ്യം ചെയ്യലിലൂടെ ഇനി ചിലപ്പോൾ അറിയാൻ കഴിയും ഇനി ആരാണിത് ചെയ്തതെന്ന്. വിനേഷ് കുമാർ ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. വിനേഷ്, ഈ കൂടെ ഉണ്ടായിരുന്ന ആൾ ആരാണെന്ന് ഇപ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ടോ വിനേഷ്? ഇന്നലെ വൈകിട്ടാണ് സംഭവം. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന അടൂരിലാണ്. അടൂരിലിപ്പോൾ അവരുടെ വീടിന് മുമ്പിലാണുള്ളത്. ഇവിടെയാണ് ഷഹനയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതായത് ഇവർ തമ്മിൽ എന്തോ സംഘർഷവും ബഹളവും എല്ലാം ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് ഈ പ്രദേശത്തുള്ള ആളുകൾ വാർഡ് കൗൺസിലർ അവരെ അറിയിക്കും. വാർഡ് കൗൺസിലർ ഇവിടെ എത്തുന്ന സമയം, അതായത് രാത്രിയാണ് എത്തിയത്. രാത്രി 9 മണിയോടുകൂടി വാർഡ് കൗൺസിലർ വരുമ്പോൾ ഡോർ പൂർണ്ണമായി അടച്ചിട്ടില്ലായിരുന്നു. ഡോർ തള്ളി തുറന്നതോടുകൂടി തൂങ്ങി നിൽക്കുന്ന ഷഹനയാണ് കണ്ടത്. ഉടൻ തന്നെ ഈ തൊട്ടടുത്ത് തന്നെ ഈ സുഹൃത്തായ ഇവരുടെ സുഹൃത്തെന്ന് പറയുന്ന അരുൺ ശ്രീകുട്ടൻ ഉണ്ടായിരുന്നു. അയാളെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇയാൾക്ക് മറ്റേതെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റീസോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കുകയാണെന്ന് പത്തനംതിട്ട SP. അവന് വേറെന്തെങ്കിലും നല്ല സാധനം അടിച്ചോണ്ടായിരിക്കും അവൻ വന്നിരുന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് അവൻ പെട്ടെന്ന് അതിങ്ങനെ ആയത്. അല്ലെങ്കിൽ അവന് വേറെന്തെങ്കിലും വൈരാഗ്യം കാണും. ഇത് സുഹൃത്തെന്ന് പറയേണ്ട കാര്യമില്ല. ഇത് അവളെ കാമുകനാണ്. ഇനി സുഹൃത്തെന്ന് ന്യൂസിൽ അങ്ങനെയാണ് പറയുന്നത്, സുഹൃത്തെന്ന്. മുൻപുള്ള പരിചയം ഇനി സ്കൂളിൽ പഠിക്കുമ്പോൾ കാലത്തുള്ള പരിചയമാണ്. ഇനി എങ്ങനെയാണെന്ന് ഒന്നും അറിയാൻ വയ്യ. അതേ ഇനി എങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് വ്യക്തമായിട്ട് പറയുന്നില്ല. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് അവനെ ചോദ്യം ചെയ്ത് അവനെയും കാണിക്കുന്നില്ല. ഇതുവരെ അവനെയും കാണിച്ചില്ല, ന്യൂസിലൊന്നും കാണിച്ചില്ല. പേര് ഈ ഒരു ന്യൂസിൽ മാത്രമേ പറഞ്ഞുള്ളൂ. അരുൺ ശ്രീകുട്ടൻ എന്നാണ് പേര്. ആനന്ദ് പറയുന്നത്. ഒപ്പം തന്നെ അവരുടെ ഉമ്മ പറയുന്നത്, അവരുടെ ഉമ്മ അല്പസമയം മുമ്പ് ഷീജ നമ്മോട് സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് ഇതൊരു കൊലപാതകമാണ്, മോൾക്ക് ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല, അവൾക്ക് കൃത്യമായി തന്നെ ജോലിയുണ്ട്. കാരണം ഈ ഉമ്മയും ഒരു കുഞ്ഞും ഷഹനയും ഇവിടെ ഒരുമിച്ചാണ് താമസം. ഭർത്താവുമായി അകന്ന് താമസിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി ഉമ്മ സ്ഥലത്തില്ലായിരുന്നു. കുഞ്ഞിനെയും കൊണ്ട് കുഞ്ഞ് സ്കൂളിലേക്കും കൊണ്ടുവിടലൊക്കെ ഉമ്മയായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെയാണ് ഈ 2 ദിവസം ഉമ്മ ഇല്ലാത്ത സമയത്താണ് ഇയാൾ വന്നിട്ടുള്ളത് എന്ന് പറയുന്നു. ഇയാളുമായിട്ട് നേരത്തെ ഉമ്മ വീട്ടിലുണ്ടെങ്കിൽ ഉമ്മയാണ് കുഞ്ഞിനെ ട്യൂഷന് അങ്ങനെയൊക്കെ കൊണ്ടാക്കണത്, സ്കൂളിലായിരുന്നാലും കൊണ്ടാക്കണത്. ഇതിപ്പോൾ 2 ദിവസം കൊണ്ട് എവളാണ് കുട്ടിയെ കൊണ്ടുപോവാൻ വരെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് യവനെ അറിഞ്ഞു കാണുമായിരിക്കും. അറിഞ്ഞുകൊണ്ട് യവൻ ഇനി വീട്ടിൽ വന്നതായിരിക്കാം. ബന്ധമുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും ഇവർക്ക് അറിയില്ല. അതിലേക്കെല്ലാം തന്നെ പോലീസ് കൃത്യമായി തന്നെ പരിശോധിച്ച് വരുന്നേ ഉള്ളൂ. ഒപ്പം തന്നെ ഇവിടെ കൊലപാതകമാണോ അല്ലെങ്കിൽ പിന്നെ ആത്മഹത്യയാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും ഉണ്ടായിട്ടില്ല. അതിൽ പ്രധാനമായും പോലീസ് പറയുന്നത്, SP പറയുന്നതനുസരിച്ചാണെങ്കിൽ അതിൽ അയാളുടെ കൃത്യമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഇവിടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാകുന്നു. ഷഹനയുടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാവുന്നേയുള്ളൂ. 31 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. എന്തായാലും ദുരൂഹ സാഹചര്യത്തിൽ തന്നെയാണ്. ശരീരത്തിൽ പല സ്ഥലത്തും ഈ യുവാവിന്റെ ശരീരത്തിലും രക്തപ്പാടുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഷഹനയുടെ ശരീരത്തിലും രക്തപ്പാടുകൾ ഉണ്ടായിരുന്നു. ഇയാൾ വന്ന് ഈ അരുൺ ശ്രീകുട്ടൻ വന്നതെന്ന് പറയുന്ന ബൈക്കാണിത്. ഈ ബൈക്ക് നമുക്ക് കാണാം. ഈ ബൈക്കിലാണ്, ബജാജിന്റെ ബൈക്കാണ്. ഈ ബൈക്കിലാണ് അദ്ദേഹം വന്നിട്ടുള്ളത് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. എന്തായാലും പ്രദേശവാസികൾ ഉൾപ്പെടെ ഇവിടെയുണ്ട്. ഇന്നലെ രാത്രി നാട്ടുകാർ പറയുന്നുണ്ട് ഇതുപോലെ ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ കാണാറുണ്ട് എന്നും പറയുന്നുണ്ട്. ഇവർ തങ്ങളിൽ കണക്ഷൻ ഉണ്ടായിരുന്നിട്ടുണ്ട്. അതിൻ്റെ പേരിലായിരിക്കും ഇത് സംഭവിച്ചിട്ടുള്ളത്. ഇനി അവൻ വല്ല സ്വർണ്ണോങ്ങാനും കൈക്കലാക്കാൻ വന്നതാണോ, ഇനി അതെടുക്കാൻ കയറിയ വഴിക്കിനി ഇടിവലി നടന്നതാണോ എന്ന് അറിഞ്ഞൂടാ.
ചിലപ്പോൾ അങ്ങനെയും ആയിരിക്കാം. എന്തായാലും ആ കുഞ്ഞിന് തള്ളയെ നഷ്ടപ്പെട്ടു. ആ ഉമ്മ ഒറ്റയ്ക്കായി. വേറെ മക്കൾ ഉള്ളതായിട്ടൊന്നും ആ ഉമ്മ പറയുന്നില്ല. അവരെ ഭയങ്കര സങ്കടം, അവർ ഭയങ്കര കരച്ചിൽ. മറ്റുള്ള ന്യൂസുകളിലൊക്കെ അവർ കരയുന്നുണ്ട്. കരയണാണുമ്പോഴേ നമുക്ക് വിഷമം വരും. അവർക്കിത് അറിഞ്ഞുകൂടെയായിരുന്നു. അവർ പറയണു ഒരു കുഞ്ഞു മകനുള്ളതല്ലേ. ാണ് സംഭവം. ഇതുവരെയും മൃതദേഹം ഇവിടെ നിന്ന് മാറ്റിയിട്ടുള്ള ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ പുരോഗമിക്കും. എന്തായാലും വല്ലാത്തൊരു കൊലപാതകമായിപ്പോയി. കാമുകൻ്റെ കൈകൊണ്ടാണ് മരിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അവൻ്റെ ബൈക്കും കണ്ടുപിടിച്ചു. അവനും ആ വീട്ടിലുള്ളതിൻ്റെ പേരിൽ അതങ്ങനെ വിശ്വസിക്കാം. ഇനി ഇതിൻ്റെ പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നും അറിയാൻ പറ്റൂല. ആ മകന് ഉമ്മയെ നഷ്ടപ്പെട്ടു. അതുപോലെ ആ വയസ്സായൊരു ഉമ്മ, ആ ഉമ്മാരെ കരച്ചിൽ, ആ ഉമ്മ എനിക്കൊന്നും അറിഞ്ഞൂടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉമ്മ പൊട്ടിക്കരയുന്നുണ്ട്.